ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് കസേരയിലേക്ക് വന്നതിന് ശേഷം പൊളിച്ചെടുക്കാനുള്ള ചില പരിപാടിയുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താൻ അമേരിക്ക തീരുമാനിച്ചു. അമേരിക്കയുടെ C-17 യുദ്ധവിമാനത്തിലാണ് ഈ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നത്. ഇത് കൊണ്ട് പാർപ്പിക്കുന്ന ജയിലൊക്കെ കടുത്ത ജയിലാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നമ്മളുമായിട്ട് വലിയ സൗഹൃദമുള്ള ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് പൊതുവെ പറയാറ്. പക്ഷേ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ്, അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ് SKN. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ഇന്ത്യൻ വംശജരെ പുറത്താക്കുന്ന നടപടികൾ അമേരിക്ക ആരംഭിച്ചിരിക്കുകയാണ്. ഇവരുമായുള്ള ആദ്യ വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. US വ്യോമസേനയുടെ C-17 വിമാനമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിന് ശേഷമായിരിക്കും ഈ വിമാനം ഇന്ത്യയിലെത്തുക. ഈ വിമാനത്തിൽ എത്ര പേർ ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയും ഇല്ല, ഒന്നും ഇപ്പോൾ വ്യക്തമല്ല. അമേരിക്കയിൽ നിന്ന് ഈ അനധികൃത കുടിയേറ്റക്കാരെ അയച്ചു തുടങ്ങിയെങ്കിലും ഇത്രയും ദൂരത്തേക്കുള്ള ഒരു രാജ്യത്തേക്ക് ഇത് ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം. 2 ആഴ്ചക്കുള്ളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താനിരിക്കെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടായേക്കുന്നത്. വളരെ രഹസ്യമായി നടത്തിയ ഈ നീക്കം റോയിട്ടേഴ്സ് ആണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. US-ൽ ഏകദേശം 7,25,000 ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് ഒരു കണക്ക്. അതിൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ SKN പറഞ്ഞതുപോലെ പ്രതിജ്ഞ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ നാടുകടത്തലിനായി അമേരിക്ക ഡോക്യുമെന്റ് ചെയ്ത 1.5 ദശലക്ഷം ഇന്ത്യക്കാരിൽ ഏകദേശം 18,000 രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാരുടെ ഒരു പ്രാരംഭ പട്ടിക അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഇത് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ് തയ്യാറാക്കിയത്. ഈ 18,000 പേരെ തിരികെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ഇന്ത്യക്ക് എതിർപ്പില്ല എന്ന് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള ചെലവേറിയ ഒരു മാർഗമാണ് SKN ഈ സൈനിക വിമാനങ്ങൾ. കഴിഞ്ഞ ആഴ്ച നടത്തിയ ഈ സൈനിക നടപടിയിൽ കുറഞ്ഞത് ഏതാണ്ട് $4,500 ഒരാൾക്കായിട്ട് ചെലവാകുകയും ചെയ്തിട്ടുണ്ട്. SKN. താങ്ക് യു മധു കൊട്ടാരക്കര.